പരിശുദ്ധാത്മാവിന്റെ ഫലമാണല്ലോ വിശ്വസ്തത. മറ്റുള്ളവർക്ക് നമ്മെ എന്തെങ്കിലും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് വിശ്വസ്തത. ഏൽപ്പിക്കപ്പെട്ടതിനോട് നാം കാണിക്കുന്ന സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് വിശ്വസ്തതയുടെ അളവുകോൽ. ആദിമാതാപിതാക്കന്മാർക്ക് കർത്താവിന്റെ കൽപ്പനയോട് വിശ്വസ്തത കാട്ടാൻ സാധിക്കാത്തതിനാലാണ് മനുഷ്യന്റെ പതനം തന്നെ ആരംഭിച്ചത്. എന്നാൽ ഈശോ തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടത്തോട് വിശ്വസ്തനായിരുന്നു. പരിശുദ്ധ അമ്മയും യോസേപ്പിതാവുമൊക്കെ ദൈവഹിതത്തോട് വിശ്വസ്തത പുലർത്തി. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, ഉത്തരവാദിത്തങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ, എല്ലാത്തിനുമുപരി നമ്മുടെ സത്യവിശ്വാസം, വിശുദ്ധി, ഇവയെല്ലാത്തിനോടും വിശ്വസ്തത പുലർത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആത്മാവിന്റെ ഈ ഫലം കായ്ക്കുന്ന ജീവിതങ്ങളായി നാം വളരുക. കണക്ക് ഏൽപ്പിക്കുവാൻ കടപ്പെട്ടവരെന്നതുപോലെ വിശ്വസ്തത പാലിക്കേണ്ടവരാണ് നാം എന്ന് നാം അറിയണം. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്ന് പ്രഭാഷകൻ പറയുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.